എല്ലാവർക്കും വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഇന്ന് എൻ്റെ സ്കൂളിൽ എൻ്റെ ഒരു പ്രസംഗമുണ്ട്, അതാണ് ഇന്നത്തെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്കൂളെത്തി. അപ്പോൾ സ്കൂളിൻ്റെ പേര് കൊട്ടോട്ട് സ്കൂളിൽ നിന്നാണ്. അപ്പോൾ നമുക്കിന്ന് സ്കൂൾ ചുറ്റിക്കാണാം. ജീവിതം പിടിക്കലല്ല ജീവിതം, സൂര്യനെ പിടിക്കണം, പിടിച്ചു സ്വന്തമാക്കണം. കുഞ്ഞാറ്റ കിളികളെ വരൂ വസന്തകാലമായി, ആടി ആടി പാഠമൊക്കെ നേടിടാം, പറന്നിടാം, അക്ഷരങ്ങൾ കോർത്തു നമുക്കഞ്ഞലുഞ്ഞലാടാം. പൂവുകൾ വിടർന്നൊരീ വസന്തവാടിയിൽ ലഹരി വണ്ടുകൾ കടിച്ചിടാതെ കാവലാകണം. അറിവ് പൂവുകൾ വിടർന്നൊരീ വസന്തവാടിയിൽ ലഹരി വണ്ടുകൾ കടിച്ചിടാതെ കാവലാകണം. കരുതലും കരുത്തുമുള്ള പുതിയ തലമുറയ്ക്കു നാം പുതിയ പാഠമാകണം. മേലെ മലമേലെ മതിയോളം കളിയ. ഹായ് ഗൈസ്, അപ്പം നമുക്ക് പ്രശ്നം തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. റെഡി, 1 2 3 സ്റ്റാർട്ട്. കുട്ടികൾക്കിടയിൽ ബാപ്പുജി എന്ന് വിശേഷിക്കപ്പെട്ട ഗാന്ധിജി അഥവാ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്തായിരുന്നു. കരംചന്ദ് ഗാന്ധിയുടെ പുത്രിയുമായുള്ള മകനാണ് ഗാന്ധിജി. തന്റെ 13ാമത്തെ വയസ്സിൽ കസ്തൂർബ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. ഗാന്ധി ജയന്തി അന്താരാഷ്ട്ര ഹിംസാ ദിനമായി ആചരിക്കുന്നു. സമത്വം, സമാധാനം, ഐക്യം, കരോഗരീയം എന്നിവ പ്രചാരത്തിലാക്കാൻ ഗാന്ധിജി നിരന്തരം ശ്രമിച്ചു. ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ അദ്ദേഹം സംസ്മരിക്കുകയും അദ്ദേഹം ഉയർത്തിയ എല്ലാ ആദർശങ്ങളെയും